നമസ്കാരം. വിനായക ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിലും കാണുന്ന ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഭാരതീയ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഉപനയ സമയത്ത് ഗുരുപദേശമായി മാത്രം ലഭിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം കൂടാതെയുള്ള ഒരു മന്ത്രവും ഫലം തരുന്നില്ലെന്നും ഗായത്രി ഉപദേശം യഥാവിധി നേടി ജപം ചെയ്ത ശേഷം മാത്രമാണ് മറ്റ് മന്ത്രങ്ങൾ ചെയ്യാൻ ഒരു സാധകന് അർഹതയുള്ളതുമെന്നുമാണ് വിശ്വാസം. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗായകനെ രക്ഷിക്കുന്നതെന്തോ അത് ഗായത്രി എന്നാണ് അർത്ഥം. മന്ത്രത്തിൻ്റെ അധിഷ്ഠിതയായ ഭഗവതി പഞ്ചമുഖിയും ദശഹസ്തയുമാണ്. സൂര്യമണ്ഡലത്തിൽ കുടികൊള്ളുന്ന ഗായത്രി എന്ന ഈ ഭഗവതി ജഗദീശ്വരിയായ ആദിപരാശക്തി തന്നെയാണ് എന്നാണ് വിശ്വാസം. ലളിതാ സഹസ്രനാമത്തിൽ ഗായത്രി, സാവിത്രി തുടങ്ങിയ നാമങ്ങൾ കാണാവുന്നതാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗായത്രി എന്ന ഛന്ദസ്സിലാണ്. ഛന്ദസ്സിൻ്റെ പ്രശസ്തി അതുപയോഗിച്ചെഴുതിയ മന്ത്രത്തിലേക്ക് ആവേശിച്ചപ്പോൾ സാവിത്രി മന്ത്രത്തിൻ്റെ വിളിപ്പേർ ഗായത്രി എന്നായി. ഈശ്വരനോടുള്ള പ്രാർത്ഥന അഥവാ വിശ്വമാകെ പ്രകാശം ചൊരിയുന്ന സവിതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം. സവിതാവ് സൂര്യഭഗവാനാണ്. സൂര്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് ജഗദംബയായ ഭഗവതിയാണ്. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അർത്ഥം. നേർവഴിയിലേക്ക് നയിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരം. സവിതാവിനോടുള്ള പ്രാർത്ഥനയായതിനാൽ ഇതിനെ സാവിത്രി മന്ത്രം എന്നും വിളിക്കുന്നു. ഈ മഹാമന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്രനാണ്. ഗായത്രി ഛന്ദസ്സിലാണ് എഴുതിയിരിക്കുന്നത്. സർവശ്രേയസ്സുകൾക്കും നിദാനമായ ബുദ്ധിയുടെ പ്രചോദനമാണ് മന്ത്രത്തിലെ പ്രാർത്ഥനാ വിഷയം. ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതെന്നാണ് ഗായത്രി എന്ന ശബ്ദത്തിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഗായത്രി മന്ത്രം ഇപ്രകാരമാണ്: ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഗായത്രി മന്ത്രജപത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. വിശ്വാമിത്രനാണ് ഈ മന്ത്രത്തിൻ്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്നാണ് ഐതിഹ്യം. ക്ഷത്രിയനായ അദ്ദേഹം തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷിയും. ഏതൊരു മന്ത്രത്തിനും ഋഷി, ഛന്ദസ്, ദേവത എന്നിവ കൂടിയേ തീരൂ. ഇന്ന് പ്രയോഗിക്കുന്ന ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്രനും ഛന്ദസ് ഗായത്രിയും ദേവത സവിതാവുമാണ്. 24 അക്ഷരങ്ങളുള്ളതാണ് ഗായത്രി മന്ത്രം. മുറപ്രകാരം 24 ലക്ഷം തവണ ഈ മന്ത്രം ജപിച്ച് അതിനുശേഷം യഥാക്രമം ഹോമം, തർപ്പണം, അന്നദാനം എന്നിവ നടത്തി പിന്നീട് ഇഷ്ടസിദ്ധിക്കായി സാധകൻ പ്രയോഗം ചെയ്യാവുന്നതാണ്. ഗായത്രി മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള ഫലസിദ്ധികൾ എന്തെല്ലാമെന്ന് നോക്കാം. നിഷ്കാമ്യ ജപം എല്ലാ സിദ്ധികളും മോക്ഷവും നൽകുന്നു. 1008 ചുവന്ന മലர்களാൽ ഗായത്രി ഹോമം ചെയ്താൽ രാജകീയ പദവി തേടിയെത്തും. 1008 തവണ ഒഴുക്കുള്ള നദിയിൽ നിന്ന് ജപിച്ചാൽ സർവ്വ പാപങ്ങളും അകലും. ദിനം തോറും 1008 വീതം ഒരു വർഷം ജപിച്ചാൽ ത്രികാല ജ്ഞാനം സിദ്ധിക്കും. 1008 വീതം ഒരു വർഷം ജപിച്ചാൽ ത്രികാല ജ്ഞാനം സിദ്ധിക്കും. 2 വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികളും ലഭിക്കും. 3 വർഷം ജപിച്ചാൽ പരകായ പ്രവേശം ചെയ്യാനുള്ള സിദ്ധി താനേ ഉണ്ടാകും. ദിനം തോറും 1008 വീതം 4 വർഷം ജപിച്ചാൽ ദൈവജന്മം ലഭിക്കും. 5 വർഷം ജപിച്ചാൽ ഇന്ദ്രനാവാം. 6 വർഷം ജപിച്ചാൽ ബ്രഹ്മലോക അവസാനം ലഭിക്കും. 7 വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ഗായത്രി ദേവിക്കൊപ്പം ഐക്യമാവാം എന്നാണ് വിശ്വാസം.